ബായോ ബായോ നിനക്കിട്ട് ഞാൻ വെച്ചിട്ടുണ്ടാ. അയ്യോ നിങ്ങളെ തന്നെ കൊല്ലാൻ പോവാ. ഞങ്ങളുടെ വിഷു ആഘോഷിക്കുക. ഇതെന്തിനാ പടക്കം പൊട്ടിക്കാനാ? പടക്കറികട കമ്പിപ്പൊട്ടിരി മര്യാദയ്ക്ക് അവിടെ ഇരിക്കണം. ദ്രോഹികൾ. ഇനി എനിക്കും എന്റെ ജ്ഞാനം വന്ന് സമാധാനത്തോടെ താമസിക്കാം. അപ്പോൾ ഹലോ ഗൈസ്, നമ്മുടെ പുതിയൊരു വീഡിയോക്ക് സ്വാഗതം. ആരും ലൈക്ക് അടിക്കാൻ മറക്കരുത് ഗൈസ്. നിങ്ങളെ ലൈക്ക് അടിച്ചില്ലേ ഗൈസ് എനിക്ക് കരച്ചിൽ വരും. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഗൈസ് നമ്മുടെ പയ്യൻ വന്നിട്ട് നമ്മുടെ പയ്യൻ ഗേറ്റിന് മുമ്പാണ് നിൽക്കുന്നത് ഗൈസ്. എനിക്കൊന്ന് നമ്മുടെ ഗ്രാനിയും അപ്പൂപ്പനും കൂടിയിട്ട് പിസ്സ ബർഗർ ഓർഡർ ചെയ്തിട്ടേ അത് ഡെലിവറി ചെയ്യാൻ വേണ്ടി നമ്മുടെ പയ്യൻ വന്നതാണെന്ന് പറയും ഗൈസ്. അങ്ങനെ നമ്മുടെ പയ്യൻ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ഒരാളെ പോലും കാണാൻ പറ്റിയിട്ട് ഗൈസ് വഴിപ്പോൾ എടുത്ത് വള്ളിയെടുത്ത് തലകയറ്റി വെക്കണ്ടി അവൻ നേരെ നടന്നു. ഇതിപ്പോൾ അവന് തൃപ്തിയായി. ബാക്കിൽ നിന്ന് അവൻ പൂട്ടിട്ടു. അച്ഛന്മാരെ നമ്മുടെ ഗ്രാനി വാതിൽ പൂട്ടിട്ടപ്പോഴേ ചെക്കന് മുമ്പോട്ട് എടുക്കേണ്ട വേറെ വഴിയില്ല. അങ്ങനെ നമ്മുടെ പയ്യൻ ഫുള്ളായിട്ട് ട്രാപ്പായി ഗൈസ്. ആ സാധനം കൂടിയും പോയി. അങ്ങനെ നമ്മുടെ പയ്യനെ എണീറ്റു ഗൈസ്. ഇതെന്തത് ചെക്കൻ ജയിലിൽ ട്രാപ്പായി ഗൈസ്. ഇനി നമ്മൾ ഈ ചെറുക്കനെ ഈ കീ അങ്ങ് എടുക്കണം. എടുക്കട ചെറുക്ക. എന്നിട്ട് നമുക്കിത് കുത്തി തുറക്കണം. നമ്മൾ കുത്തി തുറന്നു. ഇനി നമുക്ക് പുറത്തേക്ക് പോവാം. അയ്യോ ആരോ വരണ്ടെന്ന് തോന്നുന്നു. ഓരോടെ ചൊന്നറ ചെയ്ത പോലെ ഇരുന്നോ. അയ്യോ നമ്മളിവിടുത്തെ വഴിപോക്കനാണേ. എന്തിനോടാ ഈ ശബ്ദമൊക്കെ കേട്ടി പേടിപ്പിക്കണേ? ചോര കണ്ട അറപ്പ് മാറിയവനാ ഞാൻ. സെൻട്രൽ ജയില് എനിക്ക് ചിൽഡ്രൻസ് പാർക്ക് പോലെയാ. അങ്ങനെ നമ്മൾ വീഡിയോ നിർത്തി. അയ്യോ ഈ വീട് മൊത്തം നമ്മൾ ഈ അമ്മേ എന്താ തള്ള വീണ്ടും കണ്ട ചമ്മയിക്കില്ല നമ്മള്. ഹൈ ഇതെന്ത് ടി വിയാ? നമുക്ക് നമ്മുടെ ചന്ദനമഴ സീരിയൽ ഇതിൽ കാണാൻ പറ്റുന്നു. കനലുകൾ കെടാതെ ഇവൾ ഇങ്ങനെ ജ്വലിക്കുമ്പോൾ കഥ അപ്രതീക്ഷിത അന്ത്യത്തില്. ചന്ദനമഴ തിങ്കൾ മുതൽ ശനി വരെ. നമ്മുടെ സീരിയലൊക്കെ കണ്ടത് മതി. നമുക്കിനി പുറത്തേക്ക് ഇറങ്ങാം ഗൈസ്. നമുക്ക് പോവാം. അമ്മേ നമ്മളിവിടുത്തെ ആളില്ല. അയ്യോ ഒന്നില്ല. അമ്മച്ചി പോയിക്കോ. ഇവിടെ ഒന്നുമില്ല. പോയി സാധനം. സമാധാനം. ഗ്രാനി അമ്മച്ചി. അയ്യോ ഗായ്സ് നമുക്ക് ഒരു വട്ടം ഇറങ്ങാം. അയ്യോ വീണ്ടും കുത്തിറങ്ങണല്ലേ. തുറന്ന് ഗായ്സ് നമുക്ക് ഇനി പുറത്തേക്ക് പോവാം. ബാബാ നമ്മൾ കുറച്ച് സഹായ അങ്ങനെ പറയില്ലേ. ഇറങ്ങിപ്പോവച്ചേ. എന്തിനാ കിടന്ന് പേടിപ്പിക്കണ്? അമ്പോ എന്താ നമ്മളുടെ കളി. അവിടെ മറ്റേ സാധനമിട്ട് പോയേക്കണേ. അപ്പൊ നമ്മളതിൽ പെടുമല്ലോ. നമ്മളെ ബുദ്ധിമാന്മാരല്ലേ. നമ്മളങ്ങനെയൊന്നും പേടിയില്ല. ഇവിടെ ഒന്നുമില്ല ഗൈസ്. അപ്പുറത്തെ സാധനം ഇതാണ് നമ്മുടെ ഗ്രാനിയുടെ അപ്പൂപ്പൻ്റെ അമ്മയുടെയും ഒക്കെ കിച്ചൺ. അവിടെ വെച്ചാൽ ഒരു കുക്കൃഷി നടത്തി ഓരോ പരീക്ഷണങ്ങൾ നടത്തിക്ക് വരും. നമ്മളിവിടെ കിടന്നൊരു പരത്തും വെറുതെ പേടിപ്പിക്കാൻ വേണ്ടിയിട്ടേ. നമ്മൾ പേടിക്കോ? നോ. കോക്കനട്ടാ. ഇവിടെ എന്തേലും നോക്കാം. വെപ്പൺ കീ. നമുക്ക് വെപ്പൺ കീ ഉണ്ട്. വെപ്പൺ കീ തുറക്കണതിൻ്റെ സാധനം ദിവാടിയാ. അല്ല ഇതിൻ്റെ കീ അല്ലാടാ. ഇത് വെച്ച് തുറക്കാൻ പറ്റൂടാ. എന്തുവാ മനുഷ്യനെ പേടിപ്പിക്കാൻ വേണ്ടിയിട്ട്? ഒന്ന് പോയ അവിടെ നിന്ന്
പോടുന്നു. അയ്യോ അമ്മച്ചേ. ഇവിടെ ഒന്നുമില്ല. കട്ടിൻ്റെ അടിയിൽ പിടിക്കാം. അവിടെ കിടന്ന് കിണിക്കുന്നുണ്ട് ഗ്രാനി അമ്മച്ചി. കിണി നിന്നാ പുറത്തേക്ക് ഇറക്കാം. അപ്പോ അയ്യോ അയ്യോ പോയടന്ന് പോടന്ന് പോടന്ന് പോടന്ന്. എല്ലാവടെയും വന്ന് നിൽക്കുന്നേ. ആ ഇതാണ് ഗൈസ്. ഷൂട്ട് ചെയ്യാനാറുണ്ടോ നിനക്കിത് വെച്ചിട്ട്? അതില്ല. അയ്യോ പെട്ട്. അയ്യോ എവിടെ കൂടി ഇത് ഇവിടെ വെപ്പൺ എടുക്ക്. ഇതൊന്നും ഗ്രോൺത്തളോ. അയ്യോ അയ്യോ കിളി പോയേ. അയ്യോ പക്ഷെ മണ്ടക്കിട്ട് കൊടുക്കണ്ടായിരുന്നു. കുഴപ്പമില്ല, ഞാൻ ഒരുണ്ട് അങ്ങോട്ട് വരട്ടാ. പേടിക്കണട്ടാ. അയ്യോ ബോധം വരണില്ലേ? ആ അതെ കിടക്കുന്നു. വിളിച്ചു നമ്മുടെ ഗ്രാനീനെ നമ്മള് അടിച്ചവശനാക്കി. അയ്യോ ഒരെണ്ണം കൂടെ എടുത്തേക്ക. മറ്റേ ഗ്രാനി അപ്പൂപ്പൻ ഇല്ലേ, അപ്പാപ്പയും കൂടി കൊടുക്ക. തുറക്കട്ടെ തുറക്കട്ടെ. അയ്യോ അമ്മേ. നമുക്ക് പിന്നെ പുറത്ത് പോവാം. അവന്റെ കണക്ക് തീർത്തിട്ട് ബാക്കി കാര്യം. അയ്യോ മറ്റേടത്ത് ഐഡിയ ആയിപ്പോയി. അവിടുന്നും കിട്ടി ഇവിടുന്നും കിട്ടി. മരിച്ചാൽ ഐഡിയ പറയും. അത് ശരി, ഇത് നടക്കില്ല. ഇതിന് ഞാൻ വെഞ്ചെടുത്തിരിക്കും. നല്ലൊരു നാളെയെ കാത്തിരുന്നപ്പോൾ ഇന്നത്തെ ദിവസം കാണാണ്ടായി. വല്ലവനും വന്ന് വിലയിരുത്തുന്ന കാണുമ്പോ ഞാനങ്ങ് വല്ലാണ്ടായി. സ്വയം പോകി ഞാൻ എന്നെ തന്നെ രക്തം കൊണ്ട് ഞാൻ എഴുതിയ വരി ചന്ദനമാക്കില്ല. ശക്തനല്ലെന്ന സങ്കടം എനിക്കില്ല. ചത്തമോയല് കൊമ്പുകൾ എനിക്കില്ല. ഈ പിത്ത തടിയിൽ കത്തിക്കേറിയാലും പൊട്ടിക്ക. 2 ഓലക്കീറോ വെള്ള തുണി എടുത്തോളൂ.